ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദി ഷോ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് പെണ്ണുകേസ് മൂവിയുടെ ടീമാണ്. ഞാൻ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദി ഷോ. ഓക്കെ, ഭഗവാൻ ദാസിന്റെ രാമരാജ്യം എന്ന ഒരു സിനിമയ്ക്ക് ശേഷം സംവിധാനത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒരു പേര് തന്നെ പെണ്ണുകേസ്, ഒരു പേര് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്താണ് പെണ്ണുകേസ്? പെണ്ണേഴ്സ് നമ്മളിപ്പോ ട്രെയിലറിലും ടീസറിലൊക്കെ പറഞ്ഞ പോലെ വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടി. വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടി. ഓക്കെ, നിഖിലയുടെ കഥാപാത്രം വളരെ, അതായത് നിഖില ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും തന്നെ വളരെ ബോൾഡ് ആയിട്ടുള്ളതും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളതുമാണ്. ഇതിലും അതേപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെന്റ് ആണ്, ബോൾഡ് ആണോന്ന് ചോദിച്ചാലല്ല, ഡിഫറെന്റ് ആണ്. ഞാൻ ചെയ്ത പോലത്തെ കഥാപാത്രമല്ല, അല്ല, വ്യത്യാസമുണ്ട്. ഓക്കെ, ഹക്കീമിക്ക ചെയ്തു വെച്ചിരിക്കുന്നതും വളരെ സീരിയസ് ആയിട്ട്, അല്ലല്ല, സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഈ അടുത്ത് ചെയ്തതെല്ലാം. പക്ഷെ നമ്മൾ ഇതിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹക്കീമിനെ കണ്ടു. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? അതെ, ഈ പടത്തിൽ കുറച്ച് വേറെ തന്നെ ഒരു ട്രാക്കാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. വർക്കായെന്ന് അറിയാൻ പാടില്ല, പടം കണ്ടിട്ടില്ല. പടം കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ പോലീസായിട്ട് യൂണിഫോം ഇട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ടിപ്പിക്കൽ സിനിമയിൽ കാണുന്ന ഒരു പോലീസ് അല്ല പുള്ളി ഒരു ഇത്തിരി മാന്യനായ, നല്ലവനായ, അങ്ങനത്തെ ഒരു പാവം പിടിച്ച പോലീസുകാരൻ. പുള്ളിയുടേതായ പ്രശ്നങ്ങളും പേഴ്സണൽ പ്രശ്നങ്ങളും ട്രോമയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പോലീസുകാരൻ. പുള്ളിയുടെ മുന്നിലേക്ക് ഒരു കേസ് വന്നു കൊടുക്കുന്നതും പുള്ളി അന്വേഷിച്ചതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് ലോകത്തെ അറിയിക്കുന്നതുമാണ് കഥ. എനിക്ക്, അതായത് ഞാനൊക്കെ ഒരു സിനിമ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് കണ്ടുവരുന്ന ഒരു മുഖമാണ്. ഒരുപാട് പ്രായമായില്ലപ്പോ. അപ്പോ എന്താ പറയാ, പഴയ ജനറേഷന്റെ കൂടെയും ഇപ്പതാ പുതിയ ജനറേഷന്റെ കൂടെയും സിനിമ ചെയ്യുന്നു. എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്? അതെ, വ്യത്യാസമൊന്നുമില്ല. എല്ലാ സിനിമയിലും അഭിനയിക്കുക, അതാണ് നമ്മുടെ പണി, അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ പുതിയവരുടെ കൂടെ കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ 30 വർഷമായി, ഇപ്പൊ എന്തിനാ പ്രായം ഒടിക്കേണ്ട അല്ലെങ്കിൽ സീനിയോറിറ്റി ഒടിക്കേണ്ട കാര്യത്തില്ല. 30 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. 30 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ കൂടെ 2 തലമുറയുടെ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതും, പുതിയ തലമുറയുടെ കൂടെ വരുമ്പോൾ നമ്മളും ചെറുപ്പമാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സുഖമുണ്ട്. പിന്നെ ഫെബിന്റെ ആദ്യത്തെ സിനിമ, ഫെബിൻ സ്ക്രിപ്റ്റ് എഴുതിയ ആദ്യത്തെ ഭഗവാൻ ദാസിന്റെ രാമരാജ്യത്തിലും ലീഡിങ് വേഷം ചെയ്യാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പൊ ഈ 2ാമത്തെ സിനിമ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഇതിൽ ആദ്യം കഥ കേൾക്കുന്ന ഒരാൾ. കാരണം ആ സിനിമ കഴിഞ്ഞുള്ള എന്നോട് ഈ സിനിമയുടെ സബ്ജക്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷങ്ങളൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും എന്നോട് അന്ന് പറഞ്ഞ അതേ കഥാപാത്രം തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. ഡയറക്ടറായിട്ട് ഉള്ള ഫസ്റ്റ് ഫിലിം ആണല്ലോ. എഴുത്തുകാരനായിട്ടാണോ ഡയറക്ടറായിട്ടാണോ ഏറ്റവും സമാധാനം തോന്നിയത്? രണ്ടിനും സമാധാനം ഉണ്ടാവില്ല. എഴുത്തുകാരനെ എഴുതുമ്പോ ഏറ്റവും നല്ലതെന്ന് തോന്നി. എഴുത്തിന് വേറെ പ്രശ്നമില്ലല്ലോ, ഒരുപാട് ചെയ്തോ. ഡയറക്ഷൻ ചെയ്യുമ്പോ ഡയറക്ഷനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു മെന്റലി ഒക്കെ ഭയങ്കര നമുക്ക് സ്ട്രെസ്, ഭയങ്കര ഇതെന്താണ് സംഭവിക്കുന്നത് അറിയാത്തതിന്റെ പ്രശ്നം. ഒരു വലിയൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതിനെ ഡീല് ചെയ്യാന്ന് പറയുന്നത്, ഇതിപ്പം നമ്മൾ ക്രിയേറ്റിവിറ്റിന്റെ അപ്പുറത്ത് ഒരു സെറ്റ് കൈകാര്യം ചെയ്യാന്ന് പറയുന്നതൊക്കെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് തന്നെ മാനസിക, നമുക്ക് ടെൻഷൻ ആയിരിക്കും നമുക്ക്. അതുണ്ടാവും. ഇവരെ മേക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻവെർട്ടറാണോ? എനിക്ക് തോന്നി സംസാരിച്ചു തുടങ്ങിയപ്പോ സൗണ്ട് പൊങ്ങുന്നില്ല. ഞാൻ ഇങ്ങനെ കംഫർട്ട് സ്പേസ് മാത്രമേ സംസാരിക്കുന്നതാണ്. കുറച്ച് ഓവറാണെന്നോ. അപ്പൊ അല്ല, ഇവരെ എനിക്ക് ഭയങ്കര എല്ലാവരും അടുത്ത പരിചയം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ശേഷം നമ്മുടെ കഥ പറഞ്ഞ ശേഷം പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പെണ്ണുകേസ് എന്നൊരു സ്ക്രിപ്റ്റ്, ഐ മീൻ ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോ നിഖില എന്തുകൊണ്ട് മനസ്സിൽ വന്നു? സത്യം പറഞ്ഞാൽ മനസ്സിൽ വന്നിട്ടില്ല. അവസാനം അല്ല, അങ്ങനെയല്ല. ഒരു നയൻതാരായിരുന്നു ആദ്യം. അല്ല, നമ്മള് എഴുതി വന്നപ്പോ അങ്ങനെ ഒരു ആളെ കണ്ടിട്ടൊന്നും എഴുതി. പക്ഷെ നമ്മളെ കുറച്ചുപേരൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു, 2 പേരൊക്കെ.
പിന്നെ എനിക്കൊന്ന് 2 വർഷം മുന്നേ അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരു ധൈര്യം വേണം ശരിക്കും. നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ അത് വേറെ രീതിയിൽ അത് ഇരിക്കുമ്പോഴല്ലേ പറഞ്ഞു നമ്മള് വെറുതെ അല്ല അത് എടുക്കാൻ അതിൽ മലയാളത്തിലെ എല്ലാ നായികമാരും തയ്യാറാവണമെന്നൊന്നുമില്ല. ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം അത് നെഗറ്റീവ് ഷെയ്ഡാണ്. അപ്പോ ഇതില് അങ്ങനെയാണ് അതിനുള്ള ബുദ്ധി ഉണ്ടായില്ല എന്ന് പറയും. ആളുകളെ പറ്റിച്ചു പോവാന്നുള്ളതാണ്. അതെ അതെ. ഹക്കിമൊക്കെ കുറെ നാള് ഒരു ഈ ഇമേജിൽ കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അത് അതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് ഞാൻ സിനിമയുടെ ഈ തിരക്കഥ ഒരു പൂർത്തിയായി കഴിഞ്ഞപ്പം ഇത് എന്താ പറയാ ഒരു പെണ്ണ് കേസ് ഒരു ലേഡീനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണല്ലോ അല്ലേ? പോലീസുകാരനുണ്ടല്ലോ, രണ്ടുപേരുണ്ട്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കൂടുതലും ആളുകള് എന്താ പറയാ സ്ത്രീകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്റ്റോറികൾ ഇപ്പൊ കൂടുതൽ വരുന്നുണ്ട്. വിമൻ, അതായത് വിമൻ എംപവർമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കുറെ അധികം സ്റ്റോറികൾ വരുന്നുണ്ട്. ആ ഒരു രീതിക്ക് കണക്കൂട്ടി എഴുതിയതായിരുന്നു അല്ലെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോ ഇതിൽ ഈ സ്ക്രിപ്റ്റില് എന്തെങ്കിലും ഒരു അനുഭവം ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും തേച്ചിട്ട് പോയ അനുഭവമാണ് ഇതിലേക്ക് എഴുതിയിരിക്കുന്നത്? അല്ല, ഒരുമിച്ച് ചോദിച്ചതാ. അല്ല, ഇത് എഴുതിയെടുക്കാൻ അങ്ങനെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ലേഡി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ അങ്ങനെ വരില്ലല്ലോ. അപ്പം ഇവരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല, നമുക്ക് ഒരു നിനക്ക് ആദ്യം കഥ ഉണ്ടാവാനുള്ള കാരണം ചോദ്യങ്ങൾ ചോദിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്കിപ്പം സ്ത്രീ കഥാപാത്രങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള സിനിമകളൊക്കെ വളരെ കുറവാണല്ലോ. അപ്പം ഇവർക്ക് നല്ല കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് പിടിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതോ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇത് നമുക്ക് ഈ ത്രെഡ് കിട്ടി കഴിഞ്ഞ ശേഷം ഉണ്ടായ ഇൻട്രസ്റ്റ് പുറത്ത് എഴുതിയതുമാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് പേഴ്സണൽ ലൈഫിൽ നിന്നും എന്തെങ്കിലും ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടോ? അതായത് ആരെങ്കിലും തേച്ചിട്ട് പോയ അനുഭവമോ? പേഴ്സണൽ ലൈഫ് ഒന്നുമില്ല. നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ ഒരു ന്യൂസിൽ നിന്നാണ്, ഒരു വാർത്തയിൽ നിന്നാണ് ഈ കഥ വളരെ വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനുശേഷം ഇന്നും അതുപോലെ കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെ. അതിനുശേഷം സിനിമ ഷൂട്ട് നടക്കുമ്പോഴൊക്കെ അല്ലെ പല ആളുകളും നമ്മുടെ സെറ്റിൽ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ യൂണിറ്റിലുണ്ടായിരുന്ന ചേട്ടൻ. അല്ല, നമ്മുടെ പ്രൊമോഷൻ മെറ്റീരിയലായിരുന്നു. പുള്ളിക്കാരൻ പിന്നെ ഞങ്ങളുടെ ആദ്യ ഷൂട്ടും മൈസൂരിൽ നടന്നു. മൈസൂരിൽ നടന്ന സമയത്ത് പുള്ളിക്കാരൻ വന്നിട്ട് ചോദിച്ചാണ് ഇതൊരു വിവാഹ തട്ടിപ്പാണോ വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ഒരു അനുഭവം പറഞ്ഞു. പുള്ളിക്കാരനൊരു പെണ്ണ് പറ്റിച്ചു പോയ കഥകൾ പറഞ്ഞു. ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിഞ്ഞപ്പം ആ ലേഡിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത്. നമ്മുടെ ആ ലേഡി തന്നെയായിരുന്നു. അന്ന് എനിക്ക് ഇവര് പറ്റിച്ച രീതികളെ കുറിച്ചിട്ട് വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഒന്ന് ഭയങ്കര ഒരു രാഷ്ട്രീയ നേതാവൊക്കെ ആയിട്ടാണ് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി പറ്റിച്ചത്. നല്ല പഠിച്ചിട്ടാണ് ഒരാളെ പറ്റിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വന്ന അതൊക്കെ പിന്നെ സിനിമയ്ക്ക് ശേഷം ഉണ്ടായ കഥകളാണ്. ഇത് 2007 കാലഘട്ടങ്ങളിലൊക്കെ കുറെ വാർത്ത നമ്മുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വിവാഹ തട്ടിപ്പ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. വിവാഹ തട്ടിപ്പ് കാര്യം മറ്റേ മെയിലിനെയാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. അല്ല, സെർച്ച് ചെയ്ത് നോക്കിയാൽ രണ്ടുണ്ട്. നമ്മളത് സെർച്ച് നമുക്ക് കിട്ടുന്നത് ആണുങ്ങളാണ് കൂടുതൽ ഇതായിട്ട് പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നല്ല സ്വർണത്തിന് വിലയും കൂടിയല്ലോ. സ്വർണത്തിന് വില കൂടി. രണ്ടാമത് ഈ കല്യാണം നടക്കാത്ത ആൺകുട്ടികളുണ്ടല്ലോ, 33 മുകളിലേക്കൊക്കെ പോയത്. പെബിന്റെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ 30+ ഇഷ്ടം പോലെ ഞങ്ങളുടെ നാട്ടിൽ കൊടന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് മലബാർ ഏരിയയിലെ കൊടക് കല്യാണം ആണുങ്ങൾക്ക് കിട്ടാത്തതിന്റെ പ്രശ്നം. എന്റെ കൂട്ടുകാർ അങ്ങനെ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് കെട്ടാൻ തയ്യാറാവാന്ന് പറയുമ്പോ ഉണ്ടാവുന്നൊരു നിഖില വെറുതെ, അതായത് സിനിമ ഇല്ലാത്ത ഒരു ദിവസം എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? വെറുതെ ഇരിക്കാനാണോ, യാത്രകൾ ചെയ്യാനാണോ?
ആ റീൽ കണ്ടല്ലേ? വെറുതെ വെറുതെ ഇരിക്കാൻ ആ റീല് കണ്ടാ കാണാത്തതായിട്ട് ആരും തന്നെ ഇല്ല. വെറുതെ ഇരിക്കാം. വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, ഹക്കീം ഖാൻ, പേഴ്സണൽ ലൈഫിൽ നമ്മുടെ ഫെയിം കൂടി കഴിയുമ്പോൾ വരുന്ന റിസ്ക് എലമെന്റ്സ് എന്തൊക്കെയാണ്? എനിക്കറിയില്ല. ഹക്കീം ഖാൻ എല്ലാവർക്കും അറിയാം, ഇക്കാക്ക് വെറുതെ തോന്നുന്നത്. ഫെയിം ഉള്ളവരോട് ചോദിക്കുന്നതല്ലേ. നിങ്ങളോട് ഇതിനെ കുറച്ചുകൂടെ അത്തരം പറയാൻ പറ്റും. ഫെയിം കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നങ്ങള് റിസ്ക് എലമെന്റ്സ് ഞാൻ എന്തൊക്കെയാണ്? പുറത്തിറങ്ങിയിട്ട് അറിയില്ല. വെറുതെ തോന്നണ എന്നെ കാണുമ്പോ ചോദിക്കുന്നുണ്ട് മോഹൻലാലാണോന്നൊക്കെ ചോദിക്കുള്ളൂ. ഹക്കീമാണെന്ന് ഒരു മനുഷ്യൻ ചോദിച്ചിട്ടില്ല. പേര് ഫെമിലിയർ അല്ലെങ്കിലും ആള് ഫെമിലിയർ ആണ്. ഞങ്ങൾ ഇത് ചോദിക്കേണ്ടത് ഇയാളോടല്ല. എന്നാ പിന്നെ നിഖില് പറ, എന്താ ചോദിക്കണ്ടേ? റിസ്ക് ഒരു പേഴ്സണൽ ലൈഫിൽ ഫെയിം കൂടി കഴിയുമ്പോൾ വരുന്ന റിസ്ക് എലമെന്റ്സ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞത്. എനിക്കതൊന്നുമില്ല. പറഞ്ഞുതരാം. പബ്ലിക്കായിട്ട് എന്താ പറയാ, പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടുക, ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ വീട്ടിലെ ഫംഗ്ഷൻസ്, എങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒന്നും വരുമ്പം ചിലപ്പം എപ്പോഴും അവൈലബിൾ ആവാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് തോന്നുന്നു റിസ്ക് എലമെന്റ് ഒരു മരണ വീട്ടിൽ പോലും പോകാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം സെൽഫി എടുക്കലുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് മീഡിയക്കാരിങ്ങനെ ഒപ്പിയെടുക്കും. അതൊക്കെ അതുകൊണ്ട് തന്നെ എത്ര ഭയങ്കര പ്രിയപ്പെട്ടവരായിട്ടും ചിലരുടെ മരണത്തിൽ ആൾക്കാർ പങ്കെടുക്കാത്തത് വരെ ഉണ്ട്. കാരണം ഇതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കും റിസ്ക് എലമെന്റ്സ്. ഇതൊന്നും ഇപ്പം എനിക്കിതൊന്നും വലിയ പ്രശ്നം. ഞാൻ എല്ലായിടത്തും മാസ്ക് ഇട്ട് പോകും. അപ്പൊ എന്നെ ആൾക്കാർ കണ്ടാ തിരിച്ചറിയും. കുറെ പേർക്ക് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കേണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് കുറെ പേര് ചോദിക്കില്ല. ചിലർക്ക് ചോദിച്ചാൽ ഞാൻ ഇപ്പം പറ്റില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്. ഇങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളും ഇങ്ങനെ റിസ്ക് എലമെന്റ്സ് ഒക്കെ ഇതൊക്കെയാണ്. ഓക്കെ, ആയിരിക്കില്ലേ അല്ലേ? കറക്റ്റാ. ഓക്കെ, പക്ഷെ അതൊക്കെ ചെയ്തതിൽ ഇനിയിപ്പോ ചെയ്യാൻ ഇതുവരെ ചെയ്യാത്തതിൽ വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു റോൾ ഏതാ? ഇത്ര ചെയ്തതിൽ വെച്ച് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള കുറെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യും. അല്ല, അതാണ് ഡയലോഗാണ് ഇത്. ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ നിരോധിച്ചതാണ്. പുരാണ സിനിമ ചെയ്തിട്ടില്ലല്ലോ? സീരിയൽ ചെയ്തിട്ടുണ്ടേ. സീരിയൽ രാജാവായിരുന്നു. രാജാവ് പിന്നെ ഇഷ്ടം പോലെ അതുകൊണ്ട് നല്ല വാർത്തൊന്നും പറയാൻ പറ്റില്ല. ധൃതരാഷ്ട്രം. നമ്മളിത് നേരത്തെ ഇതിന്റെ ചോദ്യം അല്ല മറുപടിയൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാന്നാണ്, അല്ലാണ്ട് ഇന്ന വേഷങ്ങൾ ചെയ്യാന്നുള്ളതല്ല. നമ്മളെ മോഹിപ്പിക്കുന്ന പിന്നെ ഇന്നൊരാള് കർണം വേണം, ഭീമൻ വേണം എന്നൊക്കെ പറയുന്ന സാധനത്തിലേക്ക് അല്ല. നമ്മള് ഉള്ളിടത്തോളം കാലം നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള വേഷങ്ങൾ വന്ന് ചേരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരേപോലെയുള്ള റോളുകൾ വരാതിരിക്കുക. ഇപ്പൊ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ കുറെ കാലം, ഞാൻ കുറച്ചു കാലം യൂണിഫോമിൽ ഈ അടുത്ത യൂണിഫോം ഇല്ല, പൊളിറ്റീഷ്യൻ, അത് പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് ഇല്ല. പിന്നെ ഞാൻ അടുത്ത് ഇറങ്ങാൻ പോകുന്ന സിനിമ യൂണിഫോം ഉണ്ടാകും. 30-ാം തീയതി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, വലതുവശത്തേക്കുള്ള പോലീസാണ്. ഇനി ചെയ്യാൻ പോകുന്ന സിനിമ പോലീസാണ്. ഇപ്പം സിനിമയെ കുറിച്ചുള്ള ക്രിട്ടിക്സുകൾ എത്രത്തോളം ഗൗരവമായിട്ട് കാണാറുണ്ട്? ഞാൻ ആദ്യത്തെ സിനിമയില്ല ഇത് ഇറങ്ങുന്നുണ്ട്. എന്റത് സ്വന്തം പേടിക്കുന്നുണ്ട്. അല്ല, അത് നമ്മള് സ്വാഭാവികമായിട്ടും ക്രിട്ടിക്സ് മറ്റുള്ളവരൊക്കെ കാണുന്നതാണ്. നോക്കാം എങ്ങനെ എടുക്കും നോക്കാം. അതല്ലേ. ഓക്കെ, നിഖില, നമ്മുടെ സിനിമ എന്നത് വെറും ഒരു എന്റർടൈൻമെന്റ് മാത്രമാണോ, അതോ നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ ചേഞ്ചസ് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടാണോ കാണുന്നത്? രണ്ടുമാണ്. രണ്ട് തരത്തിലും നമുക്കത് ഉപയോഗിക്കാം. അതായത് എന്റർടൈൻമെന്റ് ആഗ്രഹം ഉള്ള ആൾക്കാരുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് മാത്രമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്റർടൈൻഡ് ആവാനുള്ള സിനിമകളാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ അവരെ ഇപ്പൊ വിളിച്ചിരുത്തി ഉപദേശിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ ചില സിനിമകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പവറിനെ
നന്നായി യൂസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് രണ്ട് തരത്തിലുള്ള സിനിമകളും വേണം എന്നുള്ളതാണ്. ഇപ്പം ഒരു ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ചില സിനിമകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഏതൊക്കെ തരത്തിൽ സമൂഹത്തിന് അതിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുപോലെ തന്നെ കമേഴ്ഷ്യലി പ്ലേസ് ചെയ്യപ്പെടുന്ന സിനിമകൾ എന്റർടൈൻമെന്റ് വേണം, ഫണ്ണ് വേണം, തമാശയായിരിക്കണം എന്നൊക്കെ പറയുന്ന സിനിമകൾക്കും വാല്യൂ ഉണ്ട്. പിന്നെ കുറേയൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് സിനിമ ചെയ്യണം എന്നുള്ളതുണ്ട്. അതിപ്പോൾ എന്റർടൈൻമെന്റ് ആണെങ്കിലും ഇതിലൂടെ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമയെ ആൾക്കാർ പേടിക്കുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ സബ് കോൺഷ്യസിന് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പൊ നമ്മളൊരു സിനിമ കണ്ട് നമ്മൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മുടെ പല മൈന്യൂട്ടായിട്ടുള്ള തീരുമാനങ്ങളും എല്ലാത്തിലും ചെറുതായിട്ട് അത് സ്വാധീനിച്ചു പോകണം. അപ്പോൾ ഇപ്പൊ വലിയ വലിയ അജണ്ടാസ് കടത്തുന്ന സിനിമകളുണ്ട്. സോ അത് കണ്ട് അതാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ആ സിനിമ പറഞ്ഞു വെച്ചേക്കുന്ന പൊളിറ്റിക്സിനോട് ആ ഒരു ദേഷ്യമോ ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ട് സ്വാധീനിക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അതിനെ പറ്റിയിട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങും. നമ്മുടെ ഉള്ളിലും സെയിം തോട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിലല്ലേ അതിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാം. നമുക്ക് ആ സിനിമ ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ സിനിമയാണ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ട സിനിമയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ വരരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവരുത് എന്നുള്ളൊരു തോട്ടും നമുക്കത് തരുന്നുണ്ടല്ലോ. അത് എല്ലാം നമ്മുടെ വിചാരങ്ങളെയും കൂടെ ആസ്പദമാക്കിയിരിക്കും നമ്മളൊരു സിനിമയെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സുകളെ സ്വാധീനിക്കാനും പറ്റും. പിന്നെ ഈ പാവം സാധാരണ സിനിമയെ കുറിച്ച് അറിയില്ലാത്ത, അങ്ങനെയല്ലേ, അത് സിനിമയാണെന്നും അതാണ് റിയാലിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് തീർന്നു. നമുക്ക് 2 സെഗ്മെന്റ് ഉണ്ട്. അതില് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോരുത്തരോട് ചോദിക്കാം. എന്താ അത്? അങ്ങനെയല്ല, സിനിമയിലെ ഒരു സീക്രട്ട്, എന്തെങ്കിലും ഒരു സീക്രട്ട് പറയാൻ പറഞ്ഞ എന്ത് പറയും? ഈ പടത്തില് പറയത്തില്ല എന്ന് കണ്ടാ മതി. വെളിപ്പെടുത്താൻ പാടില്ല. ഇനി അയാൾ ആ സീക്രട്ട് മാത്രം പുറത്തു ഞാൻ വിളിച്ചിട്ടെന്നും പറയും, നിങ്ങൾക്ക് ഇനി സിനിമയും കൂടെ യൂട്യൂബിൽ ഇറങ്ങിക്കൂടെ? സിനിമ സെറ്റിലുള്ളതാണോ? അതായാലും മതി, അതെന്താണേലും സ്പോയിലർ ആയി പോകും, വേണ്ടെന്നാ. പറയൂ പറയൂ. ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാല് ജീവനിൽ കൊതിയുള്ളത് ഹക്കിമക്കനെ പറ്റി എന്താന്ന് തോന്നുന്നു? ഞങ്ങൾക്കറിയില്ല. ഒന്നുമില്ല അപ്പൊ കേക്കില്ലേ? പുറത്ത് പറയാൻ പറ്റില്ല, മിണ്ടാരി. സിനിമ ഓക്കെ, എന്നാ പോട്ടെ, ഞാൻ വിട്ടു. ഓക്കെ, ഹക്കീം ഷാജഹാനെ ഒരു ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കുക. നിഖില. ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയമില്ല സത്യം പറഞ്ഞ, അതുകൊണ്ട് നിഖിലേക്ക് പറ്റില്ല, വെറുതെ കുളവാക്കരുത്, നല്ലതേ പറയുള്ളൂ. ഞാൻ പറയട്ടെ അതിനുത്തരം? നല്ല മനുഷ്യനാണ്, നല്ലതാണ്. 2 വാക്ക്. നല്ല മനുഷ്യനാണെന്നും നല്ല നടനാണെന്നും ഞാൻ പറയും. ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്, വെറുതെ പൊക്കി പറഞ്ഞു. നല്ല മനുഷ്യനാണ്, നല്ലതാണല്ലേ? എന്റെ പടത്തിൽ അത് എല്ലാവർക്കും അറിയാം. ഓക്കെ, സോഷ്യൽ മീഡിയയിലെ ഒരു പോസിറ്റീവ് കാര്യം, സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഒരു പോസിറ്റീവ് കാര്യം. നെഗറ്റീവ് എല്ലാവർക്കും അറിയാലോ. എന്താവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം? പ്രൊമോഷൻ. പടത്തിന്റെ പ്രൊമോഷനാണ്. മറ്റേ സാധനം ഓർമ്മ എന്താണ്? മാളിക മുകളിലേറിയ മറപ്പ് കയറ്റുന്നതും സോഷ്യൽ മീഡിയ, കണ്ടിരിക്കുന്നവരെ കണ്ടില്ലെന്ന് അടിക്കുന്നതും സോഷ്യൽ മീഡിയ. നേരത്തെ പറഞ്ഞു ഇതന്നെ, ഒരാള്
എത്ര ഹൈറ്റിലേക്ക് എത്തിക്കാനും സോഷ്യൽ മീഡിയക്ക് പറ്റും, അതേപോലെ തന്നെ താഴെ താഴേക്കെത്തിക്കാനും പോസിറ്റീവ് മാത്രം പറയാമെന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഒരുപാട് ടാലന്റുകള് പോസിറ്റീവായിട്ട് ഒരുപാട് പോകുന്നവരൊക്കെ ആലോചിക്കാൻ പെട്ടെന്ന് അങ്ങനെയൊന്നും നിങ്ങൾ നന്നാവാൻ സമൂഹം അനുവദിക്കില്ല. പോസിറ്റീവായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇപ്പൊ അവിടെ ക്യാമറ ഒക്കെ ആയിട്ടിരിക്കും, അവരൊക്കെ ലക്ഷങ്ങൾ ഉണ്ടാക്കും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഒരുപാട് പേർക്ക് തൊഴിലവസരം 3-4 ചാനൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് 4 ചാനലുണ്ട്. ചാനൽ നടത്തും. അത് വിദ്യാഭ്യാസം ചാനൽ നടത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് കുടുംബത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സീരിയസ് ആയിട്ട് കേൾക്കുന്നത്. നമുക്ക് പണ്ടത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ജോലി ഇല്ലായ്മ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ജോലി ഇല്ലായ്മ ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ നാളെ ഇവിടെ ഒരു ഫോണുമായിട്ട് പോലെ ഊബർ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത സ്ഥലമാണ്, സൊമാറ്റോ ഒരുപാട് പേർക്ക്, ഇതൊന്നും പുതിയ തൊഴിലിടങ്ങളാണ്. അതുപോലത്തെ ഒരു പുതിയ തൊഴിലിടമാണ് ശരിക്കും സോഷ്യൽ ഓൺലൈൻ മീഡിയ. മീഡിയ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേജും തുടങ്ങാൻ ഇതിന് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് വേറൊരു എന്താ പറയാ ആരെയും ബോധിപ്പിക്കേണ്ട, ആരുടെയും കീഴിൽ ജോലി ചെയ്യേണ്ട. നിങ്ങളാണ് നിങ്ങളുടെ ബോസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് എഴുതിയിടാം. നിങ്ങൾ ആരാന്ന് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങളെയല്ല ചീത്ത വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ അവസരങ്ങളാണ്, പലതരത്തിലുള്ള തൊഴിലവസരങ്ങളാണ്. ഉണ്ട്, ഒരുപാട് അങ്ങനെ തൊഴിലവസരങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ പറ്റുന്നത് സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവ് സൈഡാണ്. അപ്പം എത്രയോ പേർക്ക് തുണിക്കട, എത്രയോ പേർക്ക് ജ്വല്ലറി, എത്രയോ ഇതൊക്കെ സ്റ്റോൾ ഇട്ട് അല്ലെങ്കിൽ ഒരു കടയൊക്കെ നടത്തുക എന്ന് പറയുന്നത് റെന്റ് ഒക്കെ കൊടുക്കേണ്ട പരിപാടികളൊക്കെയാണ്. ഇതാവുമ്പോ അങ്ങനെ ചെറിയ ബിസിനസ്സുകളൊക്കെ ഭയങ്കര എത്രയോ ബേക്കേഴ്സ്, എത്രയോ ഈ പറയുന്ന ക്ലോത്തിങ് ബ്രാൻഡുകള്, ജ്വല്ലറി ബ്രാൻഡുകള് എല്ലാം ഉണ്ടാവുന്നത് സോഷ്യൽ മീഡിയ എന്നാണല്ലോ. അപ്പൊ അതൊക്കെ പോസിറ്റീവായിട്ട് പറയാം. ഒറ്റ വാക്കില് പോസിറ്റീവ് ആക്കി. ഓക്കെ, ഹക്കീക, ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എപ്പോഴാണ്? വിശക്കുമ്പോൾ, ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ? അവന് ദേഷ്യമേ വരാറില്ല. ദേഷ്യപ്പെടാറില്ല. എനിക്ക് ഇന്ന് 2 അവസ്ഥയിലായിരുന്നു രാവിലെ. വിശക്കുമ്പോൾ ഇന്ന് ഞാൻ ഹക്കീമിനെ പറ്റി പറയാം. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ രണ്ടുണ്ടായിരുന്നു. ഈ 2 അവസ്ഥയിലും അവൻ കൂളായിട്ട് ഇരിക്കുക. ഇത് സീരിയസ്, ഞാൻ അമ്മ സത്യം വെറുതെ പറഞ്ഞതല്ല, ഇത് രണ്ടും കറക്റ്റ് അവസ്ഥ. പക്ഷെ ലൊക്കേഷനിലൊക്കെ എനിക്ക് എന്നോട് ഒരിക്കൽ ദേഷ്യം വരേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ ഫുഡൊന്നും നമ്മുടെ ഷൂട്ട് സമയം അന്ന്. പക്ഷെ ഞാൻ വിചാരിച്ച അക്കിം എന്നോട് നല്ലോണം ദേഷ്യപ്പെടുത്തായിരുന്നു. പക്ഷെ ഹക്കീമക്ക് എത്ര രൂപ കൊടുത്തു ഓരോരുത്തർക്കും? ഇത് ഇന്റർവ്യൂ ഫുള്ള് കഴിച്ചിട്ടില്ല. പക്ഷെ ദേഷ്യം അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര വിശന്നിരിക്കുമ്പോ എന്നോടൊന്നും പറഞ്ഞ എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഒരു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഞാൻ സെന്റൻസ് പറയുന്നതിൽ ഒരു ഡാഷ് ഉണ്ടാവും, അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ എന്നെ കുറിച്ച് വരുന്ന ഏറ്റവും വലിയ നുണ ഡാഷ് ആണ്. നിഖില, സസ്പെൻസ് ആയിട്ട് വെക്കാം. നുണക്കഥകൾ അറിയില്ലേ? വേറെ ഞാൻ അഹങ്കാരിയാണെന്ന് പറയുന്നത്. അഹങ്കാരിയാണെന്ന് പറയാറുണ്ട്. ഓക്കെ ഓക്കെ, നുണ അഹങ്കാരി എന്നാണ്. ഓക്കെ, ഷൂട്ടിംഗ് സെറ്റിൽ നിഖിലയെ പേടിപ്പിക്കാൻ ഞാൻ ഡാഷ് ചെയ്യാറുണ്ട്. നൃത്തം ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ പേടിപ്പിക്കാനൊന്നും പോയിട്ടില്ല. ഇല്ല, പേടിപ്പിക്കാൻ പോയാലല്ലേ അതെന്താ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ എനിക്ക് ഏറ്റവും ടെൻഷൻ തന്ന ആൾ ഡാഷ് ആണ്. പ്രൊഡ്യൂസർ. നീ ഒറ്റ കാരണം പ്രൊഡ്യൂസർ ഇവിടെ ഇരിക്കുന്നവരെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങളുടെ പ്രൊഡ്യൂസർ. ഓക്കെ ഓക്കെ, പുതിയ തലമുറയിലെ താരങ്ങൾക്കൊപ്പം അഭിനയിക്കുമ്പോൾ എനിക്ക് ഡാഷ് ആണ് തോന്നാറുള്ളത്. എനിക്ക് ഡാഷ തോന്നുന്നു. അത് ഉത്തരണ്ടല്ലോ.
എന്താ തെറി പറയുന്നത് തോന്നി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ഞാൻ ചെറുപ്പമാവുന്നുണ്ട് ശരിക്കും പറഞ്ഞു. ഓക്കെ, എനിക്ക് ഭയങ്കര ചെറുപ്പം ഫീൽ ചെയ്യാം. ചെറുപ്പമായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സിനിമയിലെ കഥാപാത്രം ഡാഷാണ് ഇതുവരെ അഭിനയിച്ചതിൽ. പ്രോസസ് ചെയ്തോണ്ടിരിക്കുക. അതൊരു കഥാപാത്രമല്ല, ഒരുപാട് പേര്. പെണ്ണ് കേസ്. ഓക്കെ, എന്തുകൊണ്ടെന്നറിയ അത് അതിന് കാരണമുണ്ട്. ഒരു കഥാപാത്രമല്ല, ഓക്കെ, പല പല കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരവസരം. വൈവിധ്യമാർന്ന കുറെ വേഷങ്ങളാണ് അതില് പകർന്നാട്ടം നടത്തിയിട്ടുണ്ട്. നിങ്ങളെന്നെ നന്നായി പറഞ്ഞല്ലേ. ഈ ഇർഷാദിനെ കുറച്ച് കവിതയുടെ ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ടത് നല്ലതല്ലേ പറഞ്ഞു. എനിക്ക് അത് അത്ര തൃപ്തം കിട്ടാത്ത അല്ല, ഭക്ഷണം കഴിക്കാത്തവർക്കൊന്നും മനസ്സിലാവുള്ളത് അത് ശരിയാണ്. ഈ സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്നവർക്ക് ഉറപ്പായും ഡാഷ് ലഭിക്കും. ഈ ഡാഷ് ഒക്കെ കുത്തി പറയുന്നത് അതായിരിക്കും സന്തോഷം ലഭിക്കും. സംതൃപ്തി ഉണ്ടാവും. സംതൃപ്തി ഉണ്ടാവും. സന്തോഷം ലഭിക്കും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് പെണ്ണ് കേസ് തിയേറ്ററിൽ തന്നെ കാണണം? തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ടല്ലോ. ഇത് തിയേറ്ററിൽ കാണാൻ പറ്റും. അല്ല, OTT വരാൻ ഒരു മാസം കഴിയാതെ കുറച്ച് കാലം കഴിയാതുകൊണ്ട് ഇപ്പൊ തിയേറ്ററിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് എല്ലാരും പ്ലീസ് ഒന്ന് പോയി. ഇതൊരു പറഞ്ഞിട്ട് കാര്യമില്ല. ഓഡിയൻസിന്റെ വൈബിൽ മീൻസ് ആൾക്കൂട്ടത്തിലിരുന്ന് കാണേണ്ട ഒരു ഫണ്ണുണ്ട് അതില്. മൊത്തം ഫുൾ ചിരിപ്പടമൊന്നല്ല, പക്ഷെ അതിനിടയിൽ ഫൺ എലമെന്റ് നിൽക്കുന്ന ഒരു സിനിമയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു വൈബ് ഒറ്റയ്ക്ക് ഇരുന്ന് OTT ഇരുന്ന് കാണുമ്പോൾ കിട്ടില്ല അതിന്. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് പറയുന്നത്. ചോട്ടിട്ടിൽ ഇറങ്ങുമ്പോ കാണാതിരിക്കരുത്. വീട്ടിലാണ് മറ്റൊരു സുഖം. ബന്ധുക്കളൊക്കെ വിളിച്ചിരുത്തി. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിഖിലയുടെ ആണെങ്കിലും ഹക്കീമിക്കയുടെ ആണെങ്കിലും ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ഞങ്ങൾ സ്ക്രീനിൽ കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ടീം പെണ്ണ് കേസ്. താങ്ക് യു. താങ്ക് യു.